ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പൊങ്കാല വിശേഷം തുടർന്ന് വരുന്നതായിരിക്കും. അപ്പം പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പാത്രവും ഷോപ്പറും എല്ലാം തന്നെ ഞാൻ ഈ പൊങ്കാലയ്ക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്നല്ല, അമ്പലങ്ങളിലുള്ള എവിടെ പൊങ്കാല ഇട്ടാലും ഞാൻ ഈ സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഞാനത് 2-3 വർഷം കൊണ്ടേ അങ്ങനെയാണ് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പൊങ്കാല കഴിഞ്ഞ് വന്ന് വൃത്തിയാക്കി ഇത് കണക്ക് കെട്ടിപ്പൊതിഞ്ഞ് മുകളിൽ വയ്ക്കും. പിന്നെ അടുത്ത വർഷം പൊങ്കാല സമയമാകുമ്പോൾ മാത്രമേ ഇത് എടുക്കുകയുള്ളൂ. അപ്പം പൊങ്കാലയ്ക്ക് ആവശ്യമുള്ളതും ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഷോപ്പറും ഒക്കെയും ഞാൻ ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഏട്ടനെ കൊണ്ട് എടുത്ത് ഞാൻ മേളിൽ നിന്ന് എടുപ്പിച്ച് സിറ്റൗട്ടിൽ വെപ്പിക്കുകയാണ്. അതെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് 1 വർഷം ആയില്ലേ, അപ്പോൾ അതെല്ലാം ഒന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടനെ കൊണ്ട് മേളിൽ ഇരുന്ന സാധനം എടുത്ത് താഴെ വെപ്പിച്ചു. ഏട്ടൻ പറയണ എല്ലാം സെറ്റായി. അത് കഴിഞ്ഞ് മോള് പറഞ്ഞു, അമ്മ അതാണ്ട് ഈ വീഡിയോ ഒന്ന് എടുക്ക്, ഞാൻ എന്താ ബബിൾസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ഒന്നാമതേ രാവിലെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത് ഏട്ടനോട്. അപ്പോൾ പിന്നെ അവൾക്ക് അതുകൂടെ കാണിക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അതുകൂടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ തുടർന്നുള്ളതെല്ലാം പൊങ്കാല വിശേഷങ്ങളാണ്. ഇത് പൊങ്കാലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കൊതുമ്പ് നമ്മുടെ വീട്ടിനടുത്തുള്ള തെങ്ങേന്ന് നമ്മുടെ വീട്ടിനടുത്തുള്ള ചേട്ടനാണ്. ആ ചേട്ടനെ കൊണ്ട് അടത്തിക്കുന്നതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. കാരണം ഇതൊക്കെ ഒരു ഓർമ്മയാണല്ലോ. അപ്പം ഇതാണ്ട് ഇത്രയും അധികം കൊതുമ്പുണ്ട്. അതെല്ലാം വെട്ടി പറക്കി സെറ്റാക്കി, കാരണം വണ്ടിയിൽ കൊണ്ടുപോകണ്ടേ. പാത്രമെല്ലാം കഴുകി ഉണക്കി വെച്ചേക്കുകയാണ്. രണ്ട് കൊതുമ്പെല്ലാം ഞാൻ 2 ഷോപ്പറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം നമുക്ക് സെറ്റാക്കി വെക്കണം. പിന്നെ അതാണ്ട് സാധനങ്ങളൊക്കെ ഞാൻ പോയി വാങ്ങിച്ചു. ഞാൻ പൊങ്കാല മാത്രമല്ല ഇടാറുള്ളത്, പുറ്റുണ്ടാക്കാറുണ്ട്, തെരളിയപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഇലയും ഈർക്കിലും എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അവിടെ കിട്ടും, കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം കൊണ്ടുപോകും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നാളെ നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോവാണ്. അതിനായിട്ട് നമ്മുടെ അപ്പച്ചി അമ്മേൻ്റെ വീട്ടിൽ പോവുക. വീട്ടിൽ പോയിട്ട് ബാക്കി ബ്ലോഗ് കാണാം. ഞങ്ങൾ ആറ്റുകാൽ പോകാൻ ഇറങ്ങി. ഇന്ന് തിങ്കളാഴ്ച രാവിലെ 10 മണിയായി. ഇനി നമ്മൾ നേരെ അമ്മയടുത്ത് പോകണം. അമ്മയുണ്ട്, വല്യമ്മച്ചിയുണ്ട്, അവിടെ ഏട്ടനുണ്ട്. ഏട്ടനാണ് വണ്ടി ഓടിക്കുന്നത്, ഞാനും മോളും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ പോവും. ചേച്ചിയുടെ അടുത്താണ്, നാത്തൂൻ്റെ അടുത്താണ് സ്റ്റേ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും സാധനങ്ങളെല്ലാം ഞങ്ങൾ സെറ്റാക്കി ഞങ്ങളിനി അവിടെ ചെന്നിട്ട് കാണാം. ഇനി അമ്മയടുത്ത് ചെന്നിട്ട് കാണാം. അമ്മ എല്ലാം ഒതുക്കി റെഡിയായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ചെല്ലാണ താമസമേ ഉള്ളൂ. അത് ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് അമ്മയെടുത്ത് പോയി സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കി ഫുള്ളായി. ഇതിനകത്ത് ഇനി വല്യമ്മച്ചിയുടെ സാധനം കൂടെ വെക്കാനുണ്ട്, അതും വെക്കണം. അതാണ്ട് അച്ഛനും അമ്മയും, അച്ഛൻ യാത്ര പറയാൻ വന്നതാണ്. മോള് താണ്ട ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പം താണ്ട ഡിക്കി ഫുള്ള് സെറ്റായി, എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ലഗേജൊക്കെ ഉണ്ട്, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലും സീറ്റിലും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അച്ഛനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ താണ്ട നേരെ വല്യമ്മച്ചിയെ വിളിച്ചു. ആശ്രമത്താണ് വല്യമ്മച്ചി താമസിക്കുന്നത്. അങ്ങനെ അവിടെ വന്ന് വല്യമ്മച്ചിനെയും വിളിച്ച് പുറകുവശത്തെ ഇത് കണ്ടില്ലേ, അമ്മയുടെയും വല്യമ്മച്ചിയുടെയൊക്കെ തല തട്ടിയില്ല എന്നാണ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾ അതൊക്കെ ആയിട്ട് നേരെ ഞങ്ങൾ തിരുവനന്തപുരം പോവുകയാണ് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോറ് കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു തണൽ നോക്കി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം പൊതിച്ചോറാണ് നമ്മൾ കൊണ്ടുവന്നത്. വ്രതം ആയതുകൊണ്ട് നമ്മൾ വേറെ മീനോ ഇറച്ചിയോ മുട്ടയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, വെജാണ് ഫുള്ള്. അപ്പോൾ ചോറ്, ചമ്മന്തി, ഒഴിച്ച് കറി, അച്ചാർ, ഉപ്പിലിട്ട മാങ്ങ, ഇതൊക്കെയാണ് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ വണ്ടി സൈഡാക്കി
നമ്മൾ കഴിച്ചു. കാരണം ഹോട്ടലിലൊക്കെ വെജ് ഹോട്ടലിൽ കിട്ടുമെങ്കിലും നമ്മളിപ്പം ഇതായിട്ട് പോവുമല്ലേ, അപ്പം നമ്മളൊന്ന് കരുതി എന്തുവായാലും നമ്മൾ വൈകുന്നേരം ആകും തിരുവനന്തപുരത്ത് ചെല്ലാൻ. നമുക്കറിയാം, നമ്മളെല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. കാരണം കുറച്ച് ലോങ് ഓടിയതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ മോള് കുറേ നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും അമ്മയും ഏട്ടനും വലിമിച്ചയൊക്കെ ഇറങ്ങി കുറേ നേരം നിന്ന്. പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുപ്പുകൾ കൂട്ടിയിരിക്കുന്നത്. നേരത്തെ, അതായത് ആളുകളെല്ലാം നേരത്തെ വന്ന് പേരെഴുതിയും കട്ട വെച്ചുമൊക്കെ അടുപ്പ് പൊങ്കാലയ്ക്കുള്ള അടുപ്പുകളെല്ലാം ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഒരു മണിയൊക്കെ ആയതേ ഉള്ളൂ, 1-1:30 മണി ആയതേ ഉള്ളൂ. അപ്പം ഇത്രയും നേരത്തെ തന്നെ ആളുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്ത് ഇഷ്ടംപോലെ അടുപ്പുകളുണ്ട്. കാരണം ഇതൊക്കെ കണ്ട ഈ സമയം എന്നൊക്കെ പറയുന്നത് തന്നെ ഉച്ചയാണേ, പൊങ്കാല ഇട്ട് തീരത്തതേ ഉള്ളൂ, നിവേദിക്കത്തത് പോലും ആയിട്ടില്ല. ഈ വെയിലത്തും ചൂടത്തും ഒക്കെ നിന്നാണ് ഞങ്ങളുൾപ്പെടെ ഇത്രയും അധികം അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ പൊങ്കാല ഇടുന്നത്. അപ്പം എല്ലാ സ്ഥലങ്ങളിലും പൊങ്കാലക്കലങ്ങളും കട്ടകളും കുടങ്ങളും അങ്ങനെ പൊങ്കാലയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഒന്നും തന്നെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോവേണ്ട ആവശ്യമില്ല. എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഈ കൊല്ലവും ഞങ്ങൾ സാധനങ്ങളൊക്കെയും വാങ്ങിച്ചത്. ഇനി നമുക്ക് പൂവും പഴവും, പാളയംതോടൻ പഴവും മാത്രം മതി. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകും. നമ്മളവിടെ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കരുതിക്കൊണ്ട് പോകുന്നത്. അതെ, ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് വന്ന് അമ്പലത്തിലോട്ട് പോവുക. തൊഴാനൊന്നും പറ്റത്തില്ല, ഭയങ്കര തിരക്കാണ്. റോഡൊക്കെ കണ്ട അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. നേരെ അപ്പം തന്നെ പോയില്ല, നമ്മൾ കുറേ നേരം വീട്ടിലൊക്കെ ഇരുന്ന് ചേച്ചിയുടെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിച്ചു. കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു വൈകുന്നേരം ആയപ്പോഴാണ് ഇറങ്ങിയത്. കാരണം വെയിലല്ലേ, വെയിലും ചൂടൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെയും. നമ്മൾ ഫ്രഷ് ആയില്ല, കാരണം നമ്മൾ അമ്പലത്തിലോട്ട് കയറുന്നില്ല, നടയിലോട്ട് കയറുന്നില്ല, അമ്പല കാമ്പൗണ്ട് വരെ പോകത്തുള്ളൂ. കാരണം അമ്മാതിരി തിരക്കായിരിക്കും, നമുക്ക് അടുക്കാൻ പറ്റില്ല. പക്ഷേ ആളുകൾ ഉണ്ട്, ആളുകളങ്ങനെ പോകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മോളെ മാത്രം ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നമ്മളെല്ലാം ആ ഡ്രസ്സിലും തന്നെയാണ് അമ്മയായാലും വല്യമ്മച്ചിയായാലും ഞാനായാലും ഏട്ടനായാലും ഒക്കെ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ചേച്ചിയുടെ അടുത്ത് ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങി. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഈ ഒരു ലൊക്കേഷനിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നടന്നാണ് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകുന്നത്. കുറച്ചധികം ദൂരം ഉണ്ട് നടക്കാൻ തന്നെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ അങ്ങേ പ്രാവശ്യം ഒക്കെയും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം എന്നുള്ളത് വണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പോകുന്ന വണ്ടികളൊന്നും ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പും അതിൻ്റെ അങ്ങേ വർഷമൊന്നും പോയപ്പോഴൊന്നും വണ്ടികളൊന്നും കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല അമ്പലത്തിൻ്റെ അടുത്തോട്ട്, ഒന്നും തന്നെ വണ്ടി വിടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു വന്നത്. നമ്മൾ 2 വർഷം കൊണ്ടേ അങ്ങനെ ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു വന്നത് മണ്ടത്തരമാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. കാരണം വണ്ടി കയറ്റി വിടുന്നുണ്ടായിരുന്നു, നമുക്ക് ഇത്രയും ദൂരം നമ്മൾ നടക്കേണ്ട കാര്യമില്ലായിരുന്നു. വണ്ടിയിൽ കുറച്ചധികം ഉണ്ട് നടത്തം. ജംഗ്ഷൻ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ അമ്പലം വരെയും നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെന്നല്ല, എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം വണ്ടിയും ഓട്ടോയും ഒക്കെ കയറ്റി വിടുന്നുണ്ട്. ബസ് ഉൾപ്പെടെ ഉണ്ട്, KSRTC സർവീസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ക്രൗഡാണ്, തിരക്കാണ്.
പതുക്കെ പോകാൻ പറ്റും. പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടും കൂടെ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കിട്ടുന്ന സൗകര്യം നോക്കി പാർക്ക് ചെയ്തിട്ട് നടന്നാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഈ പറയുന്ന കണക്ക് ഓരോ മുക്കുതോറും ആറ്റാലമ്മയുടെ ഫോട്ടോയൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് പടുക്കയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഫുഡ് കൊടുക്കുന്നിടമുണ്ട്, പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്ന കാര്യം അതായതുകൊണ്ടാണ്. കാരണം ഫുള്ള് പാട്ടും മേളമാണ്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് കേൾക്കുന്നത്. എനിക്ക് ഓൺ വോയിസ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഓൺ വോയിസ് ചെയ്യുമ്പം ബാക്കിൽ കോപ്പിറൈറ്റിൻ്റെ സോങ്സ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വോയിസ് ഓവർ ചെയ്യുന്നത്. എൻ്റെ തൊണ്ടയാണെങ്കിൽ നല്ലപോലെ ക്ലിയറും അല്ല, നല്ലതായിട്ട് അടച്ച് ഇട്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ തന്നെ ലേറ്റ് ആയത് വീഡിയോ ഇടാൻ. കാരണം എനിക്ക് വോയിസ് ചെയ്യാനുള്ള ഒരു സ്വരം ഇല്ല. ഇന്നാണ് ഇച്ചിരിയെങ്കിലും സ്വരം ഉണ്ടായത്. പിന്നെ ഞങ്ങൾ നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ വന്നപ്പം ആ കാണുന്ന ക്യൂ ഉണ്ടല്ലോ, അമ്പലത്തിലോട്ട് പോകാനുള്ള ആളുകളുടെ ക്യൂ ആണ്. അതായത് അമ്മയെ കയറാനുള്ള അമ്പലത്തിനകത്തോട്ട് കയറാനുള്ള ക്യൂ ആണ്. ബാക്കി ഒരു സൈഡിൽ കൂടെ ആളുകൾ പോകുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ അവിടെയും ഈ പറയുന്ന കണക്ക് എല്ലാ ഫാൻസി സാധനങ്ങളാണെങ്കിലും വീട്ടു സാധനങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ടോയ്സുകളാണെങ്കിലും എല്ലാം തന്നെ ഉണ്ട്. മോളാണെങ്കിൽ ഓരോന്ന് വേണം 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 എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, മക്കളെ നമുക്ക് തിരിച്ച് വരുമ്പം നമുക്ക് വാങ്ങിക്കാം. അങ്ങോട്ട് പോകുമ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മളിതെല്ലാം കയ്യിൽ പിടിച്ചിട്ട് വേണം പോവാൻ. അപ്പം അത് ബുദ്ധിമുട്ടാവും. നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഓരോന്ന് വാങ്ങിച്ച് വന്ന് നേരെ നമുക്ക് കാറിൽ കയറി പോവാമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മോള് കണ്ട ഓരോ സൈഡ് വലിവ് കണ്ട. അങ്ങനെ എന്തുവായാലും ഓരോന്ന് പറഞ്ഞു എടുത്തും നമ്മൾ നടക്കുകയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്, ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതാണ് ഇത് കഴിയുമ്പോൾ പിന്നെ അമ്പലമുറ്റമായി. അതും നമുക്ക് കാണാൻ പറ്റില്ല, മണ്ണുനുള്ളിയിട്ടാൽ കാണാൻ പറ്റാത്ത കണക്ക് ആളാണ്. കണ്ടില്ലേ, തുരുതുരാ നാളാ. ഇപ്പം തന്നെ സമയം എന്തുവായെന്നറിയാമോ? ഉറക്കമില്ല. 2 ദിവസം തിരുവനന്തപുരം ആർക്കും ഉറക്കമേ ഇല്ല. അത് തിരുവനന്തപുരത്തു നിന്നല്ല, പൊങ്കാലയ്ക്ക് വന്ന ആളുകൾക്ക് ഒന്നുമേ ഉറക്കം എന്ന് പറയുന്ന കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാം പോയി കണ്ട് അമ്പലത്തിനകത്ത് കയറിയില്ലാന്നേ ഉള്ളൂ. സ്റ്റേജിൽ പിള്ളേർ, വലുതും ചെറുതായ പിള്ളേരെല്ലാം ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഒരു സൈഡിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ പുതിയ രീതിയിലൊക്കെയാണ് ഈ വർഷം LED ബോളൊക്കെ. ഓരോ വർഷം ഓരോ രീതികളാണ്. ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിതിന് മുന്നേ വേറെ ഇങ്ങനൊരു LED ബോൾ കണ്ടിട്ടില്ല. സാധാരണ ഇപ്പോൾ LED ബോൾസുകളുണ്ട്, ദൈവങ്ങളുടെ രൂപങ്ങളൊക്കെ ഉള്ള. ഇത് നല്ല രസമുണ്ട്. എങ്ങനെ കയറാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ക്യൂ. 1 മണിക്കൂർ 2 മണിക്കൂർ നിന്നാൽ കയറി തൊഴാം. 3 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ തൊഴാം. നമ്മൾ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മോൾക്കുള്ള ആഗ്രഹങ്ങൾ ഓരോന്ന് നിറവേറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് മൈലാഞ്ചി ഇടുക എന്നുള്ളതാണ്. അവൾക്കത് കൈ മുഴുവനും ഇടണമെന്നുണ്ട്. ഇത് കെമിക്കലാണ് മക്കളെ, ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കുഞ്ഞ് കേൾക്കുന്നില്ല. അവൾ കാണിക്കുന്നുണ്ട്, ഇങ്ങി വരെ ഇടണം അമ്മ, ഇങ്ങി വരെ ഇടണം, അതായത് നമ്മുടെ സ്കിന്നിലും ഒക്കെ ഇടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ പറയുന്നത് കുഞ്ഞു കൊച്ചായതുകൊണ്ട് ഇടാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് ഇപ്പം സൈഡിലൊക്കെ ആയിട്ട് അവരിങ്ങനെ കുഞ്ഞു കുത്തൊക്കെ ഇട്ട് കൊടുത്ത്. എന്നിട്ടൊന്നും തൃപ്തിയായൊന്നും ഇല്ല, നിറയെ ഇടണമെന്നാണ് പറഞ്ഞത്. അവർ പറയുന്ന ഭാഷ അവൾക്ക് മനസ്സിലാവുന്നില്ല, നമുക്കല്ലേ അറിയൂ. അപ്പം അവൾ വിചാരിക്കുന്നത് നമ്മൾ കള്ളത്തരം പറയുകയാണ് എന്നുള്ളതാണ്. എന്തുവായാലും ഒരുവിധം പറഞ്ഞൊക്കെ ഒപ്പിച്ച് ടോയ്സൊക്കെ മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് എന്തായാലും തിരിച്ച് കൊണ്ടുവന്ന് ടോയ്സുകളൊക്കെ ഇങ്ങനെ കാണിച്ച് അങ്ങോട്ട് പോയപ്പോഴേ പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇത് വാങ്ങിച്ചു തരണം, അത് വാങ്ങിച്ചു തരണം എന്നൊക്കെ. പിന്നെ കുഞ്ഞുങ്ങളല്ലേ, എല്ലാം വേണം എന്ന് ആഗ്രഹം ഉണ്ടാവും.
അങ്ങനെ എന്തായാലും എന്താ ഇവിടുന്ന് കുറച്ചധികം ടോയ്സുകൾ നമ്മൾ വാങ്ങിച്ചു. ഇവിടുന്ന് മോക്ക് വാങ്ങിച്ചു, നമ്മുടെ ഫാമിലിയിൽ തന്നെ 1-2 പേർക്ക് മേടിച്ചു. അങ്ങനെ നല്ല ലാഭത്തിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടോയ്സുകളാണ്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ മേടിച്ചു. അപ്പോൾ പൊങ്കാലയുടെ തലേന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.